നമുക്ക് താഴോട്ട് പോകാം. തീങ്കണ്ണി ഇതെല്ലാം കാണാൻ പറ്റും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. മാപ്പാണ് ഗൈസ്. ഇതിനകത്തുള്ള എല്ലാം ഉണ്ട്, എല്ലാത്തിൻ്റെ മാപ്പാണ്. ചക്കയുണ്ട് ഇവിടെ, കണ്ണണല്ലോ. പ്ലാവാണ്. 3 ചക്ക ഇപ്പോൾ ഉണ്ട്. അല്ല, വരിക്ക ചക്കയാണെന്ന് തോന്നുന്നു. വരിക്കപ്ലാവ്. ഇത് സിംഗവാലൻ കുരങ്ങ്. ഹനുമാൻ കുരങ്ങ്, സോറി, ഹനുമാൻ കുരങ്ങ്. അതിൻ്റെ മണ്ടയിൽ ഒരെണ്ണം എന്താ ഓടിക്കളിക്കുന്നത്. നല്ല കളർ കേട്ടോ. ഒരെണ്ണം ഇരിക്കുകയാണ് മരത്തിൽ. അത് ഇങ്ങോട്ട് വരുന്നത് ഫ്രണ്ടിലോട്ട് വന്നെങ്കിൽ കാണാൻ. മരത്ത് വെട്ടിയിട്ട് കയറിയിരിക്കുന്നു ഒരെണ്ണം. കണ്ടോ? കണ്ടോ? രണ്ടും കൂടി മുകളിൽ കയറിയിരിക്കാൻ പറയാം. എനിക്ക് പറയുന്നത് മേടിക്കണം പെറ്റായിട്ട്. കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല കേട്ടോ. അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ആ സൈഡിൽ. ഈ സൈഡിൽ കയറി വരാം പൈസ കൊടുത്തു കഴിഞ്ഞാൽ. That's what I'm trying to do today. Or something. This night, oh, we did that. വേറെ ഞാനായിരിക്കും ഇതിനകത്ത്. ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഒരു ആർച്ച് പോലെ ഗുഹയാക്കി ഉണ്ടോ? മരം നിറച്ച് കൊക്ക.
ഫോട്ടോ ഈ സൈഡിലൊക്കെ നീന്തുന്നുണ്ടോ? ഒക്കെ നീന്തി വരിക. നീന്തിയിട്ട് തൂവലിൽ ചൊറിയുകയാണ്. അതുപോലെ മുകളിൽ ആ മരങ്ങളിൽ നിറച്ചിരിപ്പുണ്ട്. മുകളിൽ തല കെട്ടിയിരിക്കുന്ന അതിനകത്തൊക്കെ നിറച്ചിരിപ്പുണ്ട്. അതേപോലെ അങ്ങ് അറ്റത്തൊക്കെ ഇരിപ്പുണ്ട്. അങ്ങ് അറ്റത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഉണ്ട് ഒരു 4 കൊക്ക് അവിടെ ഇരിപ്പുണ്ട് നിറച്ച്. ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ചെറിയ കൊക്കുകളും വലുതും ഇഷ്ടംപോലെ. നമ്മുടെ ഈ കുരങ്ങത്തിനകത്തൂടെ നമ്മൾ കയറുന്നുണ്ട്. കുരങ്ങത്തിനകത്തൂടെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ തലയോടൊക്കെ ഇരിക്കുന്നു. തല ചിറകൊക്കെ വെയിൽ കൊണ്ടാന്ന് തോന്നുന്നു. വെയിൽ കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അങ്ങോട്ട് അപ്പുറത്തോട്ട് പോയി കാണാം. ഇന്ന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സാറിന് ഇവിടെ എപ്പോഴും ആളങ്ങനെ കുറവാണ്. ഗ്ലാസ്സൊക്കെ ക്ലിയർ അല്ല. മൊത്തം ഒരുമാതിരി കാക്കയും ഇതെല്ലാം കാത്തിച്ച് മൊത്തം ഒന്നും കാണാൻ പറ്റുന്നില്ല. അതേപോലെ ദൂരെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് മാത്രം അറിയാം. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതായിരുന്നു. ഈ പോരായ്മ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുന്നതാണ് ഏറ്റവും പോരായ്മ ഇതിനകത്തുള്ളത്. എല്ലാ വേറെ കുഴപ്പമൊന്നുമില്ല. കാണാൻ കണ്ടപ്പോൾ ഇവിടെ ഗ്ലാസ്സുകൾ ക്ലിയർ അല്ല. പക്ഷേ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാണാൻ ഇല്ല. വലിയ മുഖമുണ്ടോ? പച്ചമുള അല്ലേ? ഇതൊക്കെ ഉണ്ടാക്കാൻ കൊള്ളാം. മറ്റേ അവർ എടുക്കുന്നില്ലേ അതിൻ്റെ എന്തോ സംഭവം. ഇതുണ്ടാക്കാൻ ചെത്തിയിട്ട് എല്ലാവരും ഇത് കണ്ട് ലൈക്കും ഷെയറും ചെയ്യണേ. கருப்பா இருக்குமாங்க. அது என்னது? கருப்பா இருக்காங்க. கருப்பா அது கல்லுல இருக்கு. കയ്യിൽ മീൻ വെച്ചിട്ടില്ല. മീൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാണാൻ മീനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു 6 പോലെ ഒരു ചെറിയൊരു കുളം ഇവിടെ പണിയിട്ടിരിക്കുകയാണ്. കുളം എന്ന് പറഞ്ഞാൽ ഒരു 6 പോലെ കിടക്കുന്ന സ്ഥലമാണ്. കുളമായിട്ട് ഒരു 6 പോലെ കിടക്കുന്ന സ്ഥലമാണ്. 6 പോലെ കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ വലിയ മീനുണ്ട്. പട്ടള മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മീനൊന്നും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ശരിക്കും മീനായിരുന്നു ഇതിനകത്ത്. ഇപ്പോൾ മീനൊന്നും കാണുന്നില്ല. അറിയാമോ? വേണ്ട കിടക്കുന്നതാ തിലോപ്പിയാണെന്ന് തോന്നുന്നു. വേണ്ട ഇതുകൊണ്ടോ ഇതുണ്ടോ നോക്കിയെടുക്കണ വെള്ളത്തിനകത്തോട്ട് പോകുന്നു. ഇതുകൊണ്ടോ ഉണ്ടോ ഇതില്ലേ തിലോപ്പിയ കട്ടള അങ്ങനെയുള്ള എല്ലാ മീനുകളും ഇവിടെ ഉണ്ട്. അതാണ് ഇത്. വലിയൊരു 6 പോലെ ഒരു 4 സൈഡും വെട്ടി റെഡിയാക്കി അതിനകത്ത് വെട്ടി വലിയ വലിയ മീനുകളുണ്ട്. പക്ഷേ നമുക്കത് കാണാൻ പറ്റുന്നില്ല.
ശരിക്കും മീനുണ്ടായിരുന്നതാണ്. നമ്മൾ അന്നൊക്കെ നേരത്തെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ വലിയ വലിയ മീനുകളാണ് പൊങ്ങിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ മീനുകൾ തിലോപ്പിയ മാത്രം ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ മൊത്തം കാട് പിടിച്ച് കിടക്കുന്നു. വലിയൊരു കുളം പോലെ പണി തെറ്റിരിക്കുകയാണ്. കുളം ഒരു ആറ് പോലെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആറാണെന്ന് വിചാരിക്കും. പക്ഷേ അതേപോലെ നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ മുളയെല്ലാം ഇതിനകത്തോട്ട് ഇവരൊന്നും ക്ലീൻ ചെയ്യുന്നില്ല. സംഭവം മുളയെല്ലാം ഇതിനകത്തോട്ട് വീണ് മൊത്തം ഇതായിട്ട് കിടക്കുക. ക്ലീനിങ് കൂടെയൊക്കെ ചെയ്ത് നല്ലതായിട്ടൊന്ന് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാക്കി ഇട്ടിരുന്നെങ്കിൽ കുറേ കൂടി ആൾക്കാർ ഒന്ന് കാണുകയും ചെയ്യും. നല്ല ഇതായിട്ട് ഇപ്പോൾ ഇതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ല. മീനുണ്ടെന്നുള്ള ഇത് ആൾക്കാരിവിടെ വന്ന് നോക്കുമ്പോൾ ഇതിനകത്തോട്ട് ഈ ഭാഗത്തോട്ട് വരുന്നില്ല. അതാണ് ഏറ്റവും വലിയത്. എല്ലാവരും അവിടെ ആ റോട്ടിൽ കൂടി വന്നിട്ട് പോയി ഇതിനകത്തൊന്നും കാണാനില്ല. എന്നുവെച്ചാൽ ഒന്നും വൃത്തിയില്ലാതെ കിടക്കുന്ന പോലെ കിടക്കുക. മൊത്തം ഈ മരങ്ങളും ഇതായിട്ട് ഇത് അങ്ങോട്ട് കാണിച്ചാണ് ഇതുണ്ടോ ഈ മുളയൊക്കെ ഒടിഞ്ഞ് വീണത് ഇത് കണ്ടോ. ഇതിനകത്തൊന്നും കാണാൻ പറ്റില്ല. ഇത് കാടും പിടിച്ച് ഒരു വൃത്തിഹീനമായിട്ട് കിടക്കുകയാണ്. ആൾക്കാർ ഇതിനകത്തോട്ടൊക്കെ ഇറങ്ങി കാണാൻ വേണ്ടി വരുന്നില്ല. അപ്പം ഇതിനകത്ത് മീനുണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല. കിടന്ന് ഓടുന്നുണ്ട്. ഈ പറഞ്ഞ മോട്ടൊക്കെ ഇതുണ്ട് ഏറ്റവും ടോപ്പിൽ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. 2 കരടിയുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ വന്നിട്ട് ഈ സാധനത്തിനെ കാണാൻ പാടില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കണ്ടോ. രാമ നക്ഷത്രാമ ഇതിനകത്ത് കാണാൻ പറ്റണ്ട. വെള്ളിക്കോഴി ഇല്ലേ? ഒന്ന് അതിനകത്തും കിടപ്പുണ്ട്. 2 ഉണ്ട്. അതിനകത്ത് പറഞ്ഞാൽ വെള്ളിക്കോഴി. ഗ്ലാസ് കൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് നല്ലതായിട്ടൊന്ന് കാണാൻ പറ്റുകയാണ്. ഇതിപ്പം ഗ്ലാസ്സൊന്നും വൃത്തിയൊന്നുമല്ല. ഗ്ലാസ്സൊക്കെ എല്ലാം അഴുക്ക് പിടിച്ച് ഇതായിട്ടിരിക്കുകയാണ്. ഒന്ന് വാങ്ങിച്ചൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെങ്കിൽ ഇതിനകത്തൊക്കെ വല്ല കിടക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഈ പടം മാത്രമേ കാണാം. പക്ഷേ ഇതിനകത്ത് വല്ല ഉണ്ടോ എന്ന് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കേണ്ടതായിട്ട് ഇതിനകത്തൊക്കെ ഒന്നുമില്ല. ഇതിലില്ലല്ലോ. വെള്ളിക്കോഴി മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊന്നും കാണുന്നില്ല. ഇത് ചെറിയ മാനിൽ 2-3 ഐറ്റം 3 ഐറ്റം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലേ 3 ഐറ്റം ഉണ്ടല്ലേ? അതിൽ ഒരു വെറൈറ്റിയാണ് ഈ ഇവിടെ കാണുന്നത്. വേണ്ട അതിനകത്ത് കാണുന്നതണ്ട. ആ മുകളിൽ കാണുന്ന 2 ഒരെണ്ണത്തിന് നല്ല കൊമ്പുണ്ട്. 2 നല്ല കൂട്ടം കൊമ്പ്. ഒരെണ്ണത്തിന് കൊമ്പില്ല. അങ്ങനെ 2 നമ്മളിവിടെ കണ്ടു. കുട്ടികളാവുള്ളൂ. അവിടെ ചെറിയ കുട്ടികളായിരുന്നു. ഒരെണ്ണം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കൊമ്പില്ല. അതിൻ്റെ ഇടയിൽ കൂടി നോക്കിക്കുന്നു. കണ്ടോ അത് അതിന്റെ വലിയ ടൈപ്പ് നോ എൻട്രി ട്ടാ. അങ്ങോട്ട് പാടില്ല. ഇവിടെ അവിടെ മൂന്നെണ്ണം തന്നെ അവിടെ തന്നെ ഇനി അവിടെ കാണും. വേറെ കരിങ്കുരണ്ട. ആ മരത്തിൻ്റെ ഇടയിൽ ഇരിക്കുകയാണ്. കാണാൻ പറ്റുമെന്നുള്ള അറിഞ്ഞൂടാ. ചെറുതായിട്ട് കാണാം. അതായത് ഇല്ലേ നല്ല വെള്ളമില്ലപ്പോ. ഊറ്റായി തോന്നുന്നു. മുന്നേ വെള്ളം നല്ല വെള്ളം. ഞാൻ വന്നപ്പോഴൊക്കെ വറ്റിയിരിക്കുവായിരുന്നു. വെള്ളം വറ്റി കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ മഴ ആയപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ വെള്ളം ഇതിനകത്ത് കെട്ടി ഇറക്കിയിരിക്കും. ഇത് വലിയ കരടിയാണ് ഇതിനകത്ത്. കാണാൻ പറ്റില്ല.
ഈ കുഴിക്കകത്താണ് പമ്പ് കിടക്കുന്നത്, പക്ഷെ അത് ഒന്നുമില്ല. ഈ കുഴിക്കകത്ത് കിടക്കുന്നത് ഈ കൊടിക്കത്തുണ്ട്. എല്ലായിടത്തും നോക്കിക്കണമെങ്കിൽ കയറി കിടക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ആ ചെറിയ ഗുഹ പോലെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്താണ് ഇത് കിടക്കുന്നത്. ഗുഹ ആ മുകളിൽ ചെറിയൊരു ഗുഹ ചെയ്തിട്ടുണ്ട്, അതിനകത്താണ് ഇവൻ കയറി കിടക്കുന്നത്. വലിയ കരടി. ഇവിടെ നമ്മൾ കണ്ട ചെറുത്. കാണാനില്ല. കരടിയെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് കരക്കുണ്ടോ? വാ. പക്ഷേ ഇത് നന്നായിട്ട് കാണാം, പക്ഷെ അത് വലിയ കരടിയാണ്. പക്ഷെ അത് അതിനെയാണ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ഇത് വരുന്നത് ഇത് മോളിൽ നിന്നിട്ട് കറങ്ങുന്നത് വേണം. മോളിൽ കാണുന്നുണ്ടോ? നല്ല ഊട്ടം കരടിയാണ്. ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ, അത് താഴോട്ട് ഇറങ്ങുന്നില്ല. നേരത്തെ ഇതിനകത്ത് കിടക്കുകയായിരുന്നു. എവിടെ അവിടെ അവിടെ കൂടി തന്നെ ഒന്ന് ഇറങ്ങും, താഴോട്ട് ഇറങ്ങും. വാ, നമുക്ക് കഴിഞ്ഞ അടുത്ത പോകാം. ആ ഭാഗത്ത് ഓളടിക്കുന്നത് ചിലപ്പം ആ വാർത്തയായിരിക്കും അവിടെ കിടക്കുന്നത് അല്ലേ? നോക്കിക്കോണം ഈ സൈഡിൽ എവിടേക്ക് ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ലാബുകൾ അടിച്ച് ഇട്ടിട്ടുണ്ട്. വേസ്റ്റുകളൊക്കെ വാരി വണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുന്ന് കിടക്കുന്ന വേസ്റ്റുകൾ, ഈ തറയിൽ കിടക്കുന്ന വേസ്റ്റുകളെല്ലാം തൂത്ത് ഇറക്കി അവർ വാരി ചാക്കിനകത്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം കൂടി വാരി ഇതാണ്ട് വണ്ടി കൊണ്ടുപോകുന്നതാണ് ആ കാണുന്നത്. നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കുളമുണ്ടായി. ഇപ്പോൾ അതാണ് നമ്മൾ തൊട്ടടുത്തായിട്ട് ശാലം കൂടി നല്ല വീതിയുള്ള സ്ഥലത്തോട്ട് കൊണ്ട് പോകുന്നു. ഇതൊരു വലിയൊരു കുളം പോലെ വെച്ചിട്ടിരിക്കുക അല്ലേ? നല്ല മീനുണ്ടോയെന്നുള്ള നോട്ടാം. അപ്പോൾ മീനൊന്നും കണ്ടില്ല. താറാവ് അല്ലേ? താറാവ് അവിടെ 5-6 കണ്ടല്ലോ. ഇപ്പോൾ ഇത് നീർക്കാക്ക അത് കിടക്കുന്നു. ഇതിനകത്തൊന്നും കാണാനില്ല. മീനൊക്കെ പൊടി മീൻ സിലോപ്പിയാന്ന് തോന്നുന്നു അല്ലേ? കുറേ സിലോപ്പി അതിനകത്ത് കൊണ്ട് അവിടെ പോകണമല്ലോ മോളിൽ. അവിടെ പോയിട്ടാണ് അല്ല ഇവിടെ പോയിട്ടില്ല. വലിയ സിംഹം കിടന്നത്, പക്ഷെ ഇപ്പൊ സിംഹത്തിനെ കാണാനില്ല. അപ്പൊ നമുക്ക് അപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നു സംഭവം. അപ്പുറത്തോടെ ഒന്ന് കാണാം. നമുക്ക് ഇനി വീണ്ടും അപ്പുറത്തോട്ട് തന്നെ പോവാം. കാണ്ടാമൃഗത്തിന്റെ അടുത്തോട്ട് പോവാം. മുറിവ് വെച്ചിലാണ്. നമ്മുടെ കയ്യോ കാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ വെട്ടിപ്പൊളന്നാലും ശരി, ഈ സാധനത്തിനെ എടുത്ത് നമ്മളൊന്ന് കയ്യിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങും പെട്ടെന്ന്. അതിനകത്ത് പേരെന്താണ്? പക്ഷെ അതിനകത്ത് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ വാ ഉണ്ടോ കേട്ടോ? വാ, അതിൻ്റെ കണ്ണ്, 2 കണ്ണ്, ഇതിൻ്റെ മൂക്ക്, അതിൻ്റെ മൂക്കിൻ്റെ ആവി, അതുപോലെ അതിൻ്റെ വാ. ചേട്ടന് മാത്രമേ കൊമ്പുള്ളൂ, ബാക്കിയെല്ലാം കൊമ്പില്ല. 1-2 പേർക്ക് കൊണ്ട് കൊമ്പുണ്ടല്ലേ? 2 പേർക്ക് കൊമ്പുണ്ട്, ബാക്കിയുള്ളവർക്ക് കൊമ്പില്ല. ചെറുപ്പം പറഞ്ഞു കേട്ടോ. ഓ ഇതെൻ്റെ ഒരു പണിയാണ്. ഞാൻ പറഞ്ഞ എന്നിട്ട് കാണാൻ പോകണം.
അവിടെ കുറെ മാവ് നിൽപ്പുണ്ട്. അതിന് നമുക്ക് മാന ഒരുപാടുണ്ടോ ഇതിനകത്ത്? വലിയ മാനാണെന്ന് തോന്നുന്നല്ലേ? കാണാൻ പറ്റുന്ന രീതിയിലാണ്. നല്ല ഊട്ടം കൊമ്പുള്ള മാന് അതിനകത്തോട്ട് ഇങ്ങോട്ട് വന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം അതിപ്പോൾ കൂട്ടിനകത്താണ് നിൽക്കുന്നത്. അവിടെ കൂടുണ്ടാക്കിയിരിക്കുന്നത് അവിടെ തീറ്റ ഇട്ട് കൊടുത്തിരിക്കുക. അതാണ് അതിനകത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. അതെ, കൂടുതലും പെൺമാനാണ്, എല്ലാം പെണ്ണാണ്. പിന്നെ ഈ സൈഡിൽ ഇപ്പം തീറ്റ ഇട്ട് കൊടുത്തിരിക്കുന്ന കൂട്ടിനകത്ത് നിന്ന് തീറ്റ നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടൊന്നും കാണാൻ പറ്റാത്തത്. ഇവിടെ എല്ലാം ചെളിയായിട്ട് കിടക്കുകയാണ്. മഴ പെയ്തിട്ട് ഉള്ള ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം ചെളി ഇതായിട്ട് കിടക്കുന്നത്. ഈ പുല്ലും ലാന്തോലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് നമുക്ക് കാണാത്തത്. അല്ലെങ്കിൽ ഇതിലേക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങ് അറ്റത്താണ് നിൽക്കുന്നത്. വൃത്തിയുള്ളിടത്താണ് അവർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല വൃത്തിയുള്ളിടത്താണ് അവർ ലാന്തോലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് നമുക്കത് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് ഇതിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഗേറ്റ് പൊളിഞ്ഞ് കിടക്കും. ഇപ്പം ഞാൻ വീണു അവിടെ ഇതിൻ്റെ സൈഡിൽ കാണില്ല. അതുകൊണ്ട് ഇപ്പുറത്തോട്ട് കറക്കി ഈ സൈഡിൽ കൂടി കാണിച്ചതുകൊണ്ട് അവിടെ പോത്ത് വയ്ക്കുന്നത് ഇതുണ്ടോ? പറഞ്ഞ ചത്ത് കിടക്കുന്ന പോലെ കിടക്കുന്ന കണ്ടോ? ഉറങ്ങുന്നതാണ് അത്. ഉറക്കത്തിലാണ്. ചെറുതായിട്ട് തല ഇറങ്ങുന്നുണ്ട്. തല കുടഞ്ഞിട്ട് വീണ്ടും കിടന്നു. കാണാൻ പറ്റുന്നുണ്ടോ? അറ്റത്ത് കിടക്കുന്ന കാണാൻ പറ്റുന്നത്. വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇത്. ഇവിടുന്ന് കാണാൻ കണ്ട അതിൻ്റെ ബോർഡിരിക്കുന്നുണ്ടോ? എടുത്തെടുത്തു. ഉണ്ടോ? രണ്ടെണ്ണം ഇവിടെ നിൽപ്പുണ്ട്. ബാക്കി ഇതിൻ്റെ അടിയിൽ കൂടാണ്. അപ്പോൾ ആ കൂട്ടിനകത്താണ് ആക്കി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊരു കൂടുണ്ട്. ആ കൂട്ടിനകത്ത് കിടപ്പുണ്ട്. ജയില് പോലെ അതിനടുത്തല്ല നല്ലതായിട്ട് കിട്ടിയല്ലേ? ഷോട്ട് വേണേ എടുത്തോ. ഇവിടെ നിറച്ചും പുള്ളി നഷ്ടം പോലെ. ഇവർ തന്നെയാണ് അപ്പുറത്ത് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതിന് പ്ലാൻ തോല ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. അതാണ് എല്ലാം കൂടി ഇവിടെ വന്ന് ഇതൊരു ബാറ്ററി വണ്ടിയാണ്. ഇത് വേറെ ഒരു മോഡലാണ്. ചെറിയ ബസ്സിനുള്ള ചെറിയ മിനി ബസ്സിൻ്റെ ഒരു ടൈപ്പ് അല്ലേ? അടിപ്പുറമൊക്കെ കണ്ട ഈ ആൾക്കാർ രണ്ടും കയറുക. ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആൾക്കാരുണ്ട്. ഇത് കണ്ടിട്ട് ലൈഫ് ഷെയർ ചെയ്യാറുള്ളതല്ലേ? ലൈഫ് ഷെയർ അതിനകത്ത് തുറന്നിരിക്കുന്നുണ്ട്. പൊതുവായിരിക്കുന്നുണ്ട്. നമ്മളിപ്പം ചായ കുടിച്ചിട്ട് പോകുന്ന വഴിയാണ്. ചായ കുടി കഴിഞ്ഞു. ഈ പതിയെ
അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും നീങ്ങുകയാണ്. വരുക. കുറവുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ, ഇഷ്ടം പോലെ. പല സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കാണാൻ വേണ്ടി. ഉള്ളിൽ കാണാൻ പറ്റില്ല. അതിൻ്റെ കുഞ്ഞ് ഉണ്ടാവും. തിരക്കുണ്ട്.